ഒരിക്കൽ തിങ്ങി നിറഞ്ഞ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടർക്ക് പഴയതും ജീർണിച്ചതുമായ ഒരു പേഴ്സ് കിട്ടി. അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനായി അദ്ദേഹം പേഴ്സിൻ്റെ ഉള്ളിൽ പരിശോധിച്ചെങ്കിലും പേരോ വിലാസമോ ഉണ്ടായിരുന്നില്ല. അല്പം പണവും ജീസസിൻ്റെ ഒരു ചെറിയ ചിത്രവും മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പേഴ്സ് ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു, ഇത് ആരുടേതാണ്? അപ്പോൾ ഒരു വൃദ്ധൻ പറഞ്ഞു, അതെൻ്റെ പേഴ്സാണ്, ദയവായി അത് എനിക്ക് തരൂ. എന്നാൽ ടിക്കറ്റ് കളക്ടർക്ക് അത് ഉടമസ്ഥനാണെന്ന് ഉറപ്പിക്കണമായിരുന്നു. ഇത് നിങ്ങളുടേതാണെന്ന് തെളിയിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് തരാൻ കഴിയൂ, അദ്ദേഹം പറഞ്ഞു. ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ ജീസസിൻ്റെ ഒരു പടമുണ്ട്. പക്ഷേ അത് മതിയായ തെളിവല്ലെന്ന് ടിക്കറ്റ് കളക്ടർ പറഞ്ഞു. ജീസസിൻ്റെ പടം ആരുടെ പേഴ്സിലും ഉണ്ടാകാമല്ലോ, നിങ്ങളുടെ സ്വന്തം പടം എന്തേ അതിലില്ലാത്തത്? വൃദ്ധൻ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ സമ്മാനിച്ചതാണ് ഈ പേഴ്സ്. അന്ന് ഇതിൽ എൻ്റെ അച്ഛനമ്മമാരുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൗമാരപ്രായമായപ്പോൾ എനിക്ക് എൻ്റെ രൂപത്തിൽ വലിയ അഭിമാനമായിരുന്നു. ഞാൻ മാതാപിതാക്കളുടെ പടം മാറ്റി എൻ്റെ സ്വന്തം സുന്ദരമായ ചിത്രം അവിടെ വെച്ചു. പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ സുന്ദരിയായ ഭാര്യയുടെ ചിത്രം വെച്ചു. മണിക്കൂറുകളോളം ഞാൻ ആ ചിത്രം നോക്കിയിരിക്കുമായിരുന്നു. പിന്നീട് മകൻ ജനിച്ചപ്പോൾ ജീവിതം മാറി. അവനോടൊപ്പം കളിക്കാൻ വേണ്ടി ഞാൻ ജോലി സമയം പോലും കുറച്ചു. സ്വാഭാവികമായും എൻ്റെ പേഴ്സിലെ ആ പ്രധാന സ്ഥാനത്ത് മകൻ്റെ ചിത്രം വന്നു. വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം തുടർന്നു, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനമ്മമാർ മരിച്ചു. കഴിഞ്ഞ വർഷം എൻ്റെ ഭാര്യയും എന്നെ വിട്ടുപോയി. മകനാകട്ടെ ഇപ്പോൾ അവൻ്റെ കുടുംബവുമായി തിരക്കിലാണ്. എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവന് കഴിയില്ല. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരെല്ലാം ഇന്ന് എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ജീസസിന് മാത്രമാണ് ഏക ശാശ്വത കൂട്ടുകാരനാകുവാൻ കഴിയുകയെന്ന്. അദ്ദേഹം എന്നെ ഒരിക്കലും വിട്ടുപോകില്ല. എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചതുപോലെ പണ്ടേ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും ഒറ്റപ്പെടൽ അനുഭവപ്പെടുമായിരുന്നില്ല. ടിക്കറ്റ് കളക്ടർ നിശബ്ദനായി ആ പേഴ്സ് വൃദ്ധന് കൈമാറി. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ടിക്കറ്റ് കളക്ടർ പ്ലാറ്റ്ഫോമിലെ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ ദൈവത്തിൻ്റെ ചിത്രമുണ്ടോ? എൻ്റെ പേഴ്സിൽ വയ്ക്കാൻ എനിക്ക് ചെറിയൊരു ചിത്രം വേണം. വരൂ, ക്രൂശിതനോടൊപ്പം നമുക്കും യാത്ര പോകാം.